Hey guys, welcome to our Smart Kitchen. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ബീഫ് ബട്ടൂരയും ദാൽ തഡ്ക. ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ചോലെ തഡ്ക എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്ത 1 കപ്പ് ചിക്ക് പീസ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 2 ഓണിയൻ ചോപ്പ് ചെയ്തത്, 4 ഗ്രീൻ ചില്ലി, ginger garlic paste 1 tablespoon, coriander powder 1 tablespoon, turmeric powder 1/4 teaspoon, cumin powder 1/2 teaspoon, pepper powder 1/2 teaspoon, 1 spoon oil, ആവശ്യത്തിന് salt, 2 കപ്പ് വെള്ളം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കറിന് സ്റ്റൗവിൽ വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം. തന്നെ ഒന്ന് വേവുന്ന സമയം വരെ നമുക്ക് ബട്ടൂര ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് വീറ്റ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് റവ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ആവശ്യത്തിന് സോൾട്ട്, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. നെക്സ്റ്റ് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കർഡ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു ഡോ രീതിയാക്കി എടുക്കണം. ഇപ്പോൾ ഇവിടെ ഡോ ആയിട്ടുണ്ട്. നമുക്കിത് 1 അവർ മൂടി വെക്കാം. ഇവിടെ 2-3 വിസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് എയർ പോയതിന് ശേഷം തുറക്കാം. 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൂരൻ്റെ ഡോനെ വീണ്ടും ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ചെറുതായി ഓരോ ബോൾസ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഓരോ ബോൾസ് എടുത്ത് ചപ്പാത്തി റോളർ കൊണ്ടൊന്ന് ചെറുതായി പരത്തിയെടുക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെയാണ് വേണ്ടത്. നമുക്ക് ചെറിയൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കസൂർ മേത്തി, 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ. ഇതൊന്ന് ചെറുതായി മിക്സ് ആയതിനു ശേഷം ഇനി നമുക്ക് മണം വരുമ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ മിക്സ് ആക്കണം. ഇനി ഇതിലേക്ക് കൊറിയൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബട്ടൂരക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ബട്ടൂരായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതൊന്ന് തിരിച്ച് മറിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിനെടുക്കാം. നമ്മൾ ബട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്ക് ദാൽ തഡ്ക ചൂടോടെ സെർവ് ചെയ്യാം. ഇതിന് പറ്റിയ കോമ്പിനേഷനാണ് ബട്ടൂര. നല്ല അടിപൊളി ടേസ്റ്റാണ് രണ്ടും ഒന്നിച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പറയണം. മറക്കാതെ ലൈക്ക് ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.